ഹലോ ഗൈസ്, ആനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1175 ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് നടന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കണം മറക്കരുത്. നമുക്ക് നേരെ സ്പോയിലേഴ്സിലോട്ട് പോവാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് നിദ്ഹോഗ് എന്നാണ്. പിന്നെ ഈ ഒരു സ്പോയിലേഴ്സിൽ കവർ പേജ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ സാഞ്ചിയാണ് കാണിക്കുന്നത്. സാഞ്ചി ആണെങ്കിൽ അവന്റെ ഡിയബിൾ ജമ്പ് യൂസ് ചെയ്ത് നമ്മുടെ റോബിനെ ഷോമസിന്റെ മുള്ളിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോറോ ആണെങ്കിൽ ആ ഒരു ഹോസ്റ്റേജ് കുട്ടികളെ ചുറ്റിയിരുന്ന ഷോമസിന്റെ മുള്ളിനെ അവന്റെ സോഡ് കൊണ്ട് വെട്ടി മാറ്റുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലൂഫിയാണ്. ലൂഫി ആണെങ്കിൽ സോറോയെ അഭിനന്ദിക്കുന്നുണ്ട്. അതായത്, ഞാൻ നിന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ നീ ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു സോറോ എന്ന് നമ്മുടെ ലൂഫിയും നമ്മുടെ സോറോയോട് പറയുന്നുണ്ട്. സോ ഈ രക്ഷപ്പെട്ട കുട്ടികളെ നമ്മുടെ ലൂഫിയും ലോക്കിയും ചേർന്ന് ജാറുലിന്റെ അടുത്തേക്കാണ് എത്തിക്കുന്നത്. പിന്നീട് ഈ ഒരു ചാപ്റ്റർ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അതായത്, നമ്മുടെ ജാറുൽ നമ്മുടെ ലോക്കിയുടെ ഡെവിൾ ഫ്രൂട്ടിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ലോക്കിയുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേരാണ് ഡ്രാഗൺ ഫ്രൂട്ട് മിത്തിക്കൽ സോ ആൻഡ് മോഡൽ നിദോഗ് എന്നുള്ളത്. അതുപോലെ തന്നെ ജാറുൽ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത്, ആരാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിക്കുന്നത് അവരായിരിക്കും ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഡ്രാഗൺ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അവരുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ള കാര്യവും ജാറുൽ പറയുന്നുണ്ട്. ഒരു ആൻഷ്യന്റ് ജയന്റ് കഴിച്ചാൽ മാത്രമാണ് ആ ഒരു ഡെവിൾ ഫ്രൂട്ടിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുക എന്നുള്ള കാര്യം ജാറുൽ വീണ്ടും പറയുന്നുണ്ട്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗോഡ് ഓഫ് വാർ എന്ന് പറയപ്പെടുന്ന ഒരാളാണ് ഈ ഒരു നിദ്ഹോഗ് എന്ന ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പണാണ് റാഗ്നർ എന്നുള്ള കാര്യവും ജാറുൽ പറയുന്നുണ്ട്. പണ്ട് സൺഗോഡുമായി ഒരു ക്ലാഷ് നടന്നിരുന്നു എന്നുള്ള കാര്യവും ജാറുൽ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഗോഡ് ഓഫ് വാർ എന്ന് പറയപ്പെടുന്ന ഒരാളോടൊപ്പം ഒരു വിശ്വസ്തനായ ഒരു സ്ക്യുരലും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സ്ക്യുരലിന്റെ പേരാണ് ഐസ് സ്ക്യുരൽ റാറ്ററ്റോസ്കർ എന്ന്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൂഫി അവന്റെ ആ ഒരു ഗിയർ 5 പുതിയൊരു മൂവി യൂസ് ചെയ്യുന്നുണ്ട്. ഗമു ഗമു നോമി ഡൗൺ തോർ റൈഫിൽ എന്നാണ് ആ ഒരു മൂവിന്റെ പേര്. ഇത് ദ്രസ്റോസയിൽ യൂസ് ചെയ്ത തോർ റൈഫിലിന്റെ ഗിയർ 5 ന്യൂ വേർഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു അറ്റാക്ക് പോകുന്നത് ഷോമേഴ്സിലേക്കാണ്. അതായത് ലൂഫി ഷോമേഴ്സിനെ അടിച്ചൊരു പരുവാക്കുന്നുണ്ട്. ലൂഫി അവന്റെ ആ ഒരു ജയന്റിക് ഫിസ്റ്റിലൂടെ ഷോമേഴ്സിന്റെ എൻറ്റയർ ബോഡിയിൽ ഷോക്ക് അടിപ്പിക്കുകയെന്നാണ് ഈ ഒരു സ്പോയിലേഴ്സിലൂടെ പറയുന്നത്. പിന്നീട് ലോക്കി അവന്റെ ആ ഒരു ലൈറ്റ്നിങ് പവർ യൂസ് ചെയ്ത് കില്ലിംഗ്ഹാമിന്റെ ആ ഒരു ഡ്രീം മോൺസ്റ്റേഴ്സിനെല്ലാം ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹോളി ലാൻഡാണ് കാണിക്കുന്നത്. ഹോളി ലാൻഡിൽ ഇരുന്ന് ഇമു പറയുന്നുണ്ട്, നിദോഗ് നീ ഈ എൽബൽഫിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറയുന്ന ആ ഒരു കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഇല്ല. ഈ ഒരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ പറ്റുവാണെങ്കിൽ എക്സ്പ്ലനേഷൻ ചെയ്തു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.